നമുക്ക് ഇതുവരെയുള്ള കണക്കുകൾ എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിക്കാം. 2004 മുതൽ ഗോവയിൽ 2 സീറ്റുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അംഗം അതെങ്ങനെയാണ് എന്ന കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 2004-ൽ BJP 1 സീറ്റിലും കോൺഗ്രസ് 1 സീറ്റിലും വിജയിച്ചത്. അത് എത്ര ശതമാനം വീതം വോട്ട് നേടിയാണ് എന്ന് കൂടി നോക്കൂ. 46.8% വോട്ട് നേടി BJP 1 സീറ്റ് സ്വന്തമാക്കുന്നു. 29.8% വോട്ട് നേടി കോൺഗ്രസ് 1 സീറ്റ് സ്വന്തമാക്കുന്നു. 2009-ലും സമാനമാണ് സ്ഥിതി. ഓരോ സീറ്റ് വീതം 2 പേരും നേടുന്നു. BJPയുടെ വോട്ട് ശതമാനം 44.8, കോൺഗ്രസിൻ്റേത് 22.6. 2014-ലേക്ക്, അതായത് NDA സർക്കാർ അധികാരത്തിൽ വരുന്ന കാലത്തേക്ക് വരുമ്പോൾ ഗോവയിൽ നിന്ന് 2 സീറ്റും BJP പിടിക്കുകയാണ്. കോൺഗ്രസിന് വോട്ട് വിഹിതം നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും സീറ്റ് എണ്ണം ഇല്ലാതാകുന്നു. BJPക്ക് 2 സീറ്റ്, 54.1% വോട്ട്. കോൺഗ്രസിന് 37% വോട്ട്, സീറ്റ് ഒന്നുമില്ല. 2019-ൽ എന്നാൽ കഥ മാറുകയാണ്. 2019-ൽ വീണ്ടും BJP കോൺഗ്രസ് 1 വീതം എന്ന നിലയിലേക്ക് തിരിച്ചെത്തുന്നു. 2019-ൽ 51.9% വോട്ടുകൾ BJP നേടുമ്പോൾ 43.6% നേടുന്നത്. നോർത്ത് ഗോവ 2009-ൽ എങ്ങനെയാണ് വിധി എഴുതിയത്? അതുമുതലുള്ള ഓരോ ഘട്ടത്തിലും ആരാണ് ജയിച്ചത്, എത്ര വീതമായിരുന്നു ഭൂരിപക്ഷം എന്നത് നോക്കാം. നോർത്ത് ഗോവയിൽ 2009-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീപത് നായിക്കും ജിതേന്ദ്ര ദേശ്പ്രഭുവും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം. NCP വേഴ്സസ് BJP. അതിൽ ശ്രീപത് നായിക് വിജയിക്കുന്നത് 1,37,716 വോട്ടുകളുമായാണ്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 6,353 NCP സ്ഥാനാർത്ഥിയായ ജിതേന്ദ്രയ്ക്ക് നേടാൻ കഴിഞ്ഞത് 1,31,363 വോട്ടുകൾ മാത്രമാണ്. നോർത്ത് ഗോവയിൽ 2014-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീപത് നായിക് വിജയം ആവർത്തിക്കുന്നത് ഭൂരിപക്ഷം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടാണ്. ശ്രീപത് നായിക്കിന് അന്ന് കിട്ടിയത് 2,37,903 വോട്ടുകളാണ്. എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ രവിയസ് നായിക് ആയിരുന്നു. രവിയസ് നായിക്കിന് കിട്ടിയ വോട്ടുകൾ 1,32,304. ഏതാണ്ട് അത്ര തന്നെ വരുന്ന ഭൂരിപക്ഷത്തിലേക്ക് ശ്രീപത് നായിക് എത്തുകയാണ്. 1,05,599 വോട്ടുകൾ. നോർത്ത് ഗോവയിൽ 2019-ൽ നടന്ന പോരാട്ടം, അതിലേക്ക് കൂടി നമ്മൾ വന്നു കഴിഞ്ഞാൽ ശ്രീപത് നായിക് വീണ്ടും വിജയിക്കുന്നു. എന്നാൽ ഭൂരിപക്ഷം കുറയുന്ന ഒരു സാഹചര്യം 2019-ൽ നമ്മുടെ മുന്നിലുണ്ട്. BJPക്ക് നേടാൻ കഴിഞ്ഞത് 2,44,844 വോട്ടുകളാണ്. കോൺഗ്രസിന്റെ ഗിരീഷ് ചുഡാൻകർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. 1,64,597 വോട്ടായി ഉയർത്തുന്നു. ഭൂരിപക്ഷം 80,247-ലേക്ക്, അതായത് 1,00,000-ന് മുകളിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് 80,247-ലേക്ക് താഴുകയാണ്. ഇനി സൗത്ത് ഗോവയിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു സ്ഥിതി എന്നുകൂടി പരിശോധിക്കാം. സൗത്ത് ഗോവ 2009-ൽ വിധിയെഴുതുമ്പോൾ ഫ്രാൻസിസ്കോ സർദീഞ്ഞയാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. BJPയുടെ നരേന്ദ്ര കേശവ് സവൈക്കർ ആയിരുന്നു എതിരാളി. അവിടെ ഭൂരിപക്ഷം 12,516, അതായത് 1,27,494 വോട്ടുകൾ കോൺഗ്രസ് നേടുമ്പോൾ BJP അവിടെ 1,14,978 നേടുന്നുണ്ട്. സൗത്ത് ഗോവയിൽ 2014-ലെ കഥ കൂടി നോക്കാം. അവിടെ നരേന്ദ്ര കേശവ് സവൈക്കർ വിജയത്തിലേക്ക് എത്തുന്നത് 2014-ൽ നമ്മൾ കാണുന്നു. കഴിഞ്ഞ തവണ തോറ്റെങ്കിൽ 2009-ൽ നിന്ന് 14-ലേക്ക് വരുമ്പോൾ വിജയത്തിലേക്ക് എത്തുന്നു. 1,98,776 വോട്ടുകൾ പിടിക്കുന്നു. അവിടെ പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാറിയിരുന്നു. അലക്സോ ലൊറൻസോ ആയിരുന്നു കോൺഗ്രസിന് വേണ്ടി ഇറങ്ങിയത്. 1,66,446 വോട്ടുകളാണ് പിടിക്കാൻ കഴിഞ്ഞത്. ഭൂരിപക്ഷം എന്നുള്ളതിലും വലിയ രീതിയിൽ BJPക്ക് അവിടെ ഭൂരിപക്ഷം ഉയർത്താൻ കഴിയുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയതിനേക്കാൾ ഭൂരിപക്ഷം 32,330-ലേക്ക് എത്താൻ കഴിയുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019-ൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുകൂടി നോക്കാം. ഫ്രാൻസിസ്കോ സർദീഞ്ഞ അവിടെ വിജയം സ്വന്തമാക്കുകയാണ്. അവിടെ നരേന്ദ്ര കേശവ് സവൈക്കറെ തന്നെ പരാജയപ്പെടുത്തുന്നു. നരേന്ദ്ര കേശവ് സവൈക്കറിന് അവിടെ വിജയം ആവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യം 2019-ൽ നമ്മൾ കാണുകയാണ്. അതായത് പിക്ചർ മാറുകയാണ്. ഫ്രാൻസിസ്കോ സർദീഞ്ഞ കോൺഗ്രസിന് വേണ്ടി 2,01,561 വോട്ടുകൾ നേടുമ്പോൾ നരേന്ദ്ര കേശവ് സവൈക്കർ എന്ന സിറ്റിംഗ് എംപിക്ക് നേടാൻ കഴിയുന്നത് 1,91,806 വോട്ടുകളാണ്. 32,000 ഭൂരിപക്ഷത്തിന് 2014-ൽ ജയിച്ച സവൈക്കർ പരാജയപ്പെടുന്നത് 9,755 വോട്ടുകൾക്കാണ്. ഇനി 2 വർഷം മുൻപ് നടന്ന ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് കൂടി നമുക്ക് നോക്കാം. ഗോവ നിയമസഭയിൽ എന്താണ് BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകം? 20 സീറ്റുകൾ കയ്യിലുണ്ട് എന്നത് തന്നെയാണ് ഇക്കുറി 2 സീറ്റും നേടുമെന്ന് അവർ ആത്മവിശ്വാസത്തോടെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. കോൺഗ്രസിന് 11 സീറ്റുകളുണ്ട്, മറ്റുള്ളവർ എല്ലാം ചേർത്ത് 9 വരും. അപ്പോൾ ഇന്ത്യ ബ്ലോക്കിനും BJPക്കും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ബലാബലത്തിൽ തുല്യ ശക്തിയുണ്ട്. അതുകൊണ്ട് ഇക്കുറി എന്തും സംഭവിക്കാം എന്നുള്ളതാണ്. വോട്ട് വിഹിതം കൂടി പറയാം. 2022-ലെ വോട്ട് വിഹിതം BJPക്ക് 33.7%, കോൺഗ്രസിന്
43.7%. മറ്റുള്ളവർ ചേരുന്നത് 42.6%. ചെറുതല്ല ഈ കണക്ക്. അതുകൊണ്ട് തന്നെ ഗോവയിൽ ഇക്കുറി രണ്ടാണെങ്കിലും ആ രണ്ടും പ്രധാനപ്പെട്ട സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. NDA ക്യാമ്പിലെ വിവരങ്ങളുമായി VS രഞ്ജിത്തും കോൺഗ്രസ് ക്യാമ്പിലെ വിവരങ്ങളുമായി ശരത് കെ ശശിയും നമുക്കൊപ്പമുണ്ട്. ആദ്യം VS രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, 2 സീറ്റും നേടുക എന്നതാണ് NDAയുടെ പദ്ധതി. പക്ഷേ ഇക്കുറി അത് നടപ്പാകുമോ? നിയമസഭയിലെ കണക്ക് അതിന് ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ടോ ശരിക്കും അവർക്ക്? ഇത്തവണ സൗത്ത് ഗോവ പിടിക്കാൻ വേണ്ടി ഒരു വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് കണ്ടറിയണം. കാരണം ഇത്തവണ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സീറ്റ് വിഭജനം നടന്ന സംസ്ഥാനമാണ് ഗോവ. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നു ചേർന്നാണ് BJPയെ നേരിടുന്നത്. ആം ആദ്മി പാർട്ടിക്ക് ഒഴിവാക്കാനാവാത്ത അല്ലെങ്കിൽ നമുക്ക് അവഗണിക്കാൻ സാധിക്കാത്ത ഒരു വോട്ട് വിഹിതം ഗോവയിലുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണ്ടിട്ടുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രണ്ടായി മത്സരിക്കുമ്പോഴേക്കും BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാറുണ്ട്. അത് ഗോവയിൽ പലപ്പോഴും BJPക്ക് ഗുണകരമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ BJPക്കെതിരെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു മത്സരിക്കുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം ഗോവയെ സംബന്ധിച്ചിടത്തോളം BJP ഗോവയുടെ വികസനത്തിന് വലിയ മുൻതൂക്കം നൽകിയിട്ടുണ്ട്. അത് മനോഹർ പരീക്കറിൻ്റെ കാലഘട്ടം മുതൽ. മനോഹർ പരീക്കർ അവിടെ വളരെ ജനകീയനായിരുന്നു. അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്തും അതിനുശേഷം പ്രതിരോധ മന്ത്രി സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയായ സമയത്തുമൊക്കെ അദ്ദേഹം അവിടെ വെറും സൈക്കിളിൽ സഞ്ചരിക്കുന്ന അത്രയും ജനകീയനായ മനുഷ്യനായിരുന്നു. ആ മനോഹർ പരീക്കറിൻ്റെ ഒരു സ്വാധീനം ഇപ്പോഴും ഗോവയിൽ BJPക്കുണ്ട് എന്ന് തന്നെ പറയാം. മാത്രമല്ല ഗോവയിൽ ഈ ക്രിസ്ത്യൻ ഹിന്ദു പരീക്ഷണം, അതായത് ഹിന്ദുത്വ വോട്ടിൻ്റെയും ക്രൈസ്തവ വോട്ടിൻ്റെയും ഒരു സമ്മിശ്രമായ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള BJPയുടെ പരീക്ഷണം ജയിച്ച സ്ഥലങ്ങളിൽ നോർത്ത് ഈസ്റ്റിലൊക്കെ അത് പലപ്പോഴും പരാജയപ്പെടുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ ഹിന്ദു പരീക്ഷണം ജയിച്ചു കയറിയ ഒരു സംസ്ഥാനം കൂടിയാണ് ഗോവ. അത്തരത്തിൽ അവിടെ സഭകളുടെയൊക്കെ പിന്തുണ അവിടെയുണ്ട്. അവിടെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയാണ്. ശ്രീധരൻപിള്ള അവിടെ എത്തിയ ശേഷവും ഈ സഭകളുമായിട്ടൊക്കെയുള്ള നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ BJPക്ക് ഗുണകരമായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. BJP ഇത്തവണ 2 സീറ്റും പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മത്സരിക്കുന്നത്. ഓക്കെ രഞ്ജിത്ത്, നമുക്ക് കോൺഗ്രസ് ക്യാമ്പിന് ഇത്തവണ ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് എന്ന് നോക്കാം. ശരത് കെ ശശി, ഇപ്പോൾ രഞ്ജിത്ത് തന്നെ ആത്മവിശ്വാസം കൊള്ളുന്നത് ഇന്ത്യ ബ്ലോക്കിനെ കുറിച്ചാണ്. എന്താണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് കേൾക്കുന്നത് ഗോവയെ പറ്റി? സുജിയ, 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ തന്നെ വെവ്വേറെ മത്സരിച്ചത് അത് BJPക്ക് ഗുണമായെന്ന് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. കോൺഗ്രസ് അടക്കം 12 രാഷ്ട്രീയ പാർട്ടികൾ, ഗോവയിലെ ചെറിയ രാഷ്ട്രീയ പാർട്ടികളടക്കം ഒരു സഖ്യത്തിന് കീഴിൽ ഇന്ത്യ സഖ്യം എന്ന നിലയിൽ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP വിരുദ്ധ വോട്ടുകളൊക്കെ തന്നെ ഏകീകരിക്കാൻ വേണ്ടി കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളത്. നേരത്തെ ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി അവിടെ സൗത്ത് ഗോവയിൽ മത്സരിക്കാനൊക്കെ താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ സഖ്യ ചർച്ചകൾ നടത്തി 2 സീറ്റുകളിലും കോൺഗ്രസ് തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തി. ആം ആദ്മി പാർട്ടി അതിന്റെ ഭാഗമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. ആ രീതിയിൽ ഒരു സഖ്യം എന്നുള്ള നിലയിൽ നേരിട്ട് BJPയോട് ഏറ്റുമുട്ടുന്ന ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗോവ. അതിന്റെ ഗുണം തീർച്ചയായും ഗോവയിൽ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് ഇന്ത്യ ബ്ലോക്കിന് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രതീക്ഷയോടുകൂടി അവർ കാണുന്നത് സൗത്ത് ഗോവ മണ്ഡലമാണ്. സൗത്ത് ഗോവയുടെ കാര്യത്തിൽ സിറ്റിംഗ് എംപിക്ക് ഇത്തവണ സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടില്ല. ഫ്രാൻസിസ്കോ സർഡീനയ്ക്ക് പകരം മുൻ നേവി ക്യാപ്റ്റനായ വിരിയാറ്റോ ഫെർണാണ്ടസിനെയാണ് സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കിയിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു മാറ്റം സൗത്ത് ഗോവയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ നോർത്ത് ഗോവയുടെ കാര്യത്തിൽ ശ്രീപത് നായിക്കിൻ്റെ ജനകീയത ഒരു വലിയ വെല്ലുവിളിയാണ്. അതിന് ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ മുൻ കേന്ദ്ര സഹമന്ത്രിയെ തന്നെ ഇറക്കിക്കൊണ്ട് കോൺഗ്രസ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കോൺഗ്രസ് കാണുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി, അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല BJPയുടേതായാലും ഒരു വലിയ വെല്ലുവിളിയായി ഗോവയിൽ ഇരു പാർട്ടികളും കാണുന്നത് ഗോവ റവല്യൂഷണറി ഗോവൻസ് പാർട്ടിയുണ്ട്, RGP. ആ പാർട്ടി 2 സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട്. അവർ ഈ പ്രാദേശികവാദം ശക്തമായി ഉന്നയിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ BJPയുടെയും കോൺഗ്രസിൻ്റെയും വോട്ടുകളിൽ വലിയ കുറവ് ഇവർ വരുത്തുമോ എന്ന ആശങ്ക ഇരു കൂട്ടർക്കുമുണ്ട്. എങ്കിലും ഏറ്റവും പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് മത്സരിക്കുന്നത് സൗത്ത് ഗോവയിലാണ്. സൗത്ത് ഗോവയിൽ ആ ഒരു മേൽക്കൈ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് അവരെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അപ്പോൾ തന്നെയും ഈ ഫ്രാൻസിസ്കോ സർജീനോ എന്ന് പറയുന്ന സിറ്റിംഗ് MP എന്നുള്ള സാധ്യത കൂടി മുന്നിൽ കാണണം. കാരണം 2009 അദ്ദേഹം മത്സരിച്ച് കോൺഗ്രസ് MP ആയി. 2014
അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. അവിടെ അത്തവണ കോൺഗ്രസ് തോറ്റു. ഇപ്പോൾ വീണ്ടും സീറ്റ് നിഷേധിക്കുന്നു. അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ള ചോദ്യം സൗത്ത് ഗോവയുടെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഗോവയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ മൂന്നാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന ഗോവയിലേക്ക് നമ്മൾ കണ്ണുനട്ട് കാത്തിരിക്കുകയാണ്. മെയ് 7-നാണ് വോട്ടെടുപ്പ്. ശരത് കെ ശശിയും ഒപ്പം VS രഞ്ജിത്തുമാണ് ഗോവയെക്കുറിച്ചുള്ള ആശങ്കയും പങ്കുവച്ചത്. നമുക്ക്